പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ആദ്യമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. റമദാനിലെ ഞായറാഴ്ചകളിൽ ളുഹറിന്റെ ശേഷമുള്ള സമയം പഠനത്തിന് ഒരുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നീക്കിവെച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒന്നാമത്തെ ഞായറാഴ്ച എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു അവസരമാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതിൻ്റെ നാനാവശങ്ങളിലേക്കും കടന്നു ചെല്ലാൻ പ്രയാസകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഏതായിരുന്നാലും നമ്മുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥം ഏൽപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം കുറിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് ആ റമദാനിനെ നമ്മോട് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇതിനെ ആചരിക്കാൻ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെ സ്വീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. നോമ്പിന്റെ ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ആ റമദാനിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ ഫല്യസുംഹു, അവൻ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ വേദഗ്രന്ഥത്തിന്റെ പ്രാധാന്യമാണല്ലോ അതിന് പറഞ്ഞത്. ആ വേദഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ എങ്ങനെയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിച്ചു തന്നത് അതേപോലെ നമ്മുടെ കയ്യിൽ. അത് മുസഹഫ് എന്നുള്ള പേരിൽ ഒരു പുസ്തകത്തിലാണ് അതിന്റെ പുസ്തകത്തിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. മുസഹഫ് തുറന്നാൽ ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ നോക്കുക. അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. മൂന്നായത്തുകളാണ് അതിന് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം, ആ ഖുർആന്റെ ഒന്നാമത്തെ ആയത്ത്. ഇനി ആ ഖുർആന്റെ നാം മുസാഫ് ഇങ്ങനെ പൂട്ടിയിട്ട് അല്ലെങ്കിൽ അവസാനത്തെ പേജിന്റെ എടുത്തിട്ട് നോക്കിയാൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മൂന്നായത്തുകളാണ് അതിന് സൂചിപ്പിക്കുന്നത്. എന്തിയപ്പോ പറഞ്ഞ ഖുർആന്റെ തുടക്കം മുതൽ അവസാനം വരെ വിശദീകരിക്കുന്ന അതിന്റെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. തുടക്കം അങ്ങനെയാണ്, ഒടുക്കും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ അടിയിൽ പറയുന്നിരിക്കുന്ന ഒരുപാട് ആയത്തുകളില് മുഖ്യമായിട്ടും പറയേണ്ടത് റബ്ബിന്റെ ഗുണങ്ങളും റബ്ബിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിലുണ്ട് അത്, നമ്മളത് പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ വേണ്ട രൂപത്തിലൂടെ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടതുള്ളൂ. അതിനുള്ള വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഈ ആയത്തുകളിലൂടെ മാത്രം ഒരു ചെറിയൊരു വിശദീകരണം നൽകാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ സൂറത്ത് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ ക്രോഡീകരണ ഇതനുസരിച്ച് ഇറങ്ങിയത് അങ്ങനെയല്ല. ഇറങ്ങിയത് നമുക്കൊക്കെ അറിയാം. ഇഖ്റ ബിസ്മിയാണ് ഒന്നാമത് ഇറങ്ങിയത് എന്നുള്ളത് നമുക്കറിയാം. അത് അതേ പ്രകാരത്തിൽ തന്നെ. പക്ഷേ ഖുർആന്റെ ക്രോഡീകരണത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഫാത്തിഹ സൂറത്ത് ആ ക്രമത്തിലാണ് അതിന്റെ അവതരണം. അതിൽ ഒന്നാമത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് അതിൽ തുടങ്ങുന്നത്. റബ്ബ് എന്നുള്ള പദമാണ് ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലും ഈ അവസാനത്തിൽ ആയത്തിലും റബ്ബിനെ തന്നെ. ഏതാണ് റബ്ബ്? അത് പരിശോധിച്ച് നോക്കലാണ് നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട കാര്യം. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് എന്നുള്ള പദത്തിന് ഫിൽ അസ്ലി തെർബിയ, അടിസ്ഥാനപരമായിട്ട് തെർബിയത്ത് പരിപാലനമാണ്, വളർത്തിക്കൊണ്ടുവരിക. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാഉ ശൈഇ ഹാലൻ ഫഹാലൻ ഇലാ ഹദ്ദി തമാം,
ഒരു വസ്തുവിനെ പടിപടിയായി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വരുന്നതിനാണ് തെർബിയത്ത് എന്ന് പറഞ്ഞത്. ഒരു ചോറുകൊടുത്തിന് ചെയ്ത് തെർബിയത്താവില്ല, അല്ലെങ്കിൽ 2 ദിവസം തെർബിയത്തിന് ചോറുകൊടുത്തൽ മാത്രം അല്ല, അതിന്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ആവശ്യമായിരിക്കുന്നോ ഓരോ കാര്യവും അതിൻ്റെതായ സന്ദർഭങ്ങളിൽ നിരീക്ഷിച്ച് വേണ്ടത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവനാണ് റബ്ബ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റബ്ബുൽ ആലമീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബിയും കൂടി ഫിറോന്റെ കൊട്ടാരത്തിൽ ചെന്നു. അത് റബ്ബിലേക്കാണ് ആൾ ക്ഷണിക്കുന്നത്. പിന്നെ മൂസാ നബിയും പിന്നെ ഹാറൂൻ നബി. ഫമൻ റബ്ബുക്കുമായ മൂസ. അപ്പോ ഫിറോന്റെ ആദ്യത്തെ ചോദ്യം, ആരാ മൂസ എന്റെ റബ്ബ്? ഫമൻ റബ്ബുക്കുമായ മൂസ റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖുഹു സുമ്മ ഹദാ. മൂസാ നബിയുടെ മറുപടി അതാണ്. ഏതൊരു വസ്തു ഉണ്ടോ ആ വസ്തുവിന് ഖൽഖ് നൽകി, സൃഷ്ടിപ്പ് നൽകിയിട്ട് അതിന് വഴിയാണ് കാണിച്ചു കൊടുത്തു എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ വെറുതെ അങ്ങോട്ട് പറയല്ല ചെയ്തിരിക്കുന്നത്. സൃഷ്ടിച്ച് അതിനു വേണ്ട എല്ലാ സംരക്ഷണങ്ങൾക്കും ഒക്കെ നൽകിയതിനു ശേഷം അത് എങ്ങനെ പോകണം എന്നുള്ളതിന്റെ നിർദ്ദേശങ്ങളും കൂടി നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആരും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെത് ആ രൂപത്തിലൂടെയല്ല, പ്രകൃതിപരമായിട്ട് അവരിൽ ഊട്ടപ്പെട്ട രൂപത്തിലൂടെയല്ല. ഈ മാർഗദർശനത്തെ സംബന്ധിച്ച് അതിന് വഴികൾ വെച്ചിരിക്കുന്നു, അതിന് ചില മാർഗം. അതിനാണ് 1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന രൂപത്തിലാണ് അതിനെ നമുക്ക് പിന്നെ സന്മാർഗം സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ മറ്റു ജീവികളെ എടുത്തിട്ടൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി. നമ്മൾ സാധാരണ തമാശക്ക് പറഞ്ഞ പോത്തുകുട്ടിക്ക് നീന്തം പഠിപ്പിക്കണ്ടെന്ന് പറയലുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടത്? അത് നൈസർഗികമായി അതിനെ സൃഷ്ടിച്ചപ്പോ അതിന്റെ റബ്ബ് അതിൽ വെച്ചിരിക്കുന്നു, അത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം. അങ്ങനെ നമ്മളിൽ വെച്ചിട്ടില്ല. നമ്മളിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രായപൂർത്തി എത്തിയതിന് ശേഷം നമ്മളെ വിവിധമായ ഘട്ടങ്ങള് അതൊക്കെ ഉണ്ട്. ആ ഘട്ടങ്ങൾ ഓരോന്നുണ്ട്. ആ ഓരോ ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളല്ല, നമ്മുടെ മാതാപിതാക്കളല്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹമല്ല, നമ്മുടെ ഗവൺമെന്റ് അല്ല, അള്ളയാണ് എല്ലാ ഘട്ടങ്ങളിലും ഇടപെടുകയും നമുക്ക് വേണ്ടിയിരിക്കുന്ന കാര്യങ്ങളും ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ആ പിന്നെ എല്ലാ ഓരോ സൃഷ്ടികളെയും എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ച് അതിന് വേണ്ട എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നവരാണ് റബ്ബ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഞാൻ ചില ആയത്തുകൾ എളുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് അറിയണ ഖുർആൻ മുഴുവനും ഈ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ അവസാനം വരെ എവിടെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലോ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇനി ആയത്ത് ഞാൻ സൂചിപ്പിക്കുന്നത്, അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അള്ളാഹു നമ്മളെ എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതാണ്. അവിടെയൊക്കെ റബ്ബ് എങ്ങനെ ആകുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മണ്ണിന്റെ ഒരു തരം സത്തയിൽ നിന്നാണ് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചത്. വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചു. മിൻ സുലാലത്തിൻ, സത്തയിൽ നിന്ന്. സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ. സുമ്മ ജഅൽനാഹു നുത്ഫ, പിന്നെ അവനെ നുത്ഫത്താക്കി, ശുക്ലം അല്ലെങ്കിൽ ബീജം അതിലാക്കി. ഫീ ഖറാറിൻ മക്കീൻ, ആ ബീജത്തെ ഭദ്രമായ ഒരു താവളത്തിൽ കൊണ്ടേ വെച്ചു. ഖറാർ ഒരു അതിന് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലൂടെ, സ്ഥിര താമസത്തിനൊക്കെ പറ്റുന്ന രൂപത്തിലൂടെ ഭദ്രമായിട്ടുള്ള ഒരു സ്ഥലം. സുമ്മ ഖലഖന നുത്ഫ, പിന്നെ ആ നുത്ഫത്തിനെ നമ്മൾ സൃഷ്ടിച്ചിട്ട് എന്തായിരിക്കണം, അലഖത്താക്കി, രക്തപിണ്ഡമാക്കി മാറ്റി. ഫഖലഖനൽ അലഖ, എന്നിട്ട് ആ രക്തപിണ്ഡത്തെ മുളകത്തൻ, മാംസപിണ്ഡമാക്കിയിട്ട് മാറ്റി. ചവച്ച് തുപ്പുന്ന ഇറച്ചി കഷ്ണം പോലുള്ള ഒരു ഇതാക്കി. ഫഖലഖനൽ മുളകത ഇളാമ, എന്നിട്ട് ആ മുളകത്തിന്, ആ മാംസപിണ്ഡത്തിലെ നമ്മള് എല്ലുകൾ ഇങ്ങനെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ എല്ലുകളെ നമ്മൾ മാംസം കൊണ്ടാണ് പൊതിഞ്ഞു. സുമ്മ അൻസാനാഹു ഖൽഖൻ ആഖർ, ആദ്യം കണ്ട രൂപമല്ല, വേറൊരു പുതിയ ജീവിയായിട്ടാണ്.
ആദ്യം ദ്രാവക രൂപത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ എഴഞ്ഞു നടക്കുന്ന രൂപത്തിലൂടെ ഒക്കെ ഇങ്ങനെ വന്ന് പടിപടിയായി വന്ന് വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു പുതിയ ജീവി മനുഷ്യക്കുഞ്ഞായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുന്നു. എത്ര അനുഗ്രഹപൂർണനാണ് റബ്ബ്. തബാറക്കല്ലാഹ്, അല്ലാഹു എത്ര അനുഗ്രഹപൂർണനാകുന്നു. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഉത്തമനായിരിക്കുന്ന റബ്ബ് എത്ര അനുഗ്രഹപൂർണനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ പോലെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിലൂടെ നമ്മൾ ഒന്നാമത് പറഞ്ഞത് ആദനബിനെ സൃഷ്ടിച്ച സുലാലത്തിൻ തീ എന്ന് പറഞ്ഞിട്ട് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചിടത്തോളാണ് പറഞ്ഞിരിക്കുന്നത്. കളിമണ്ണിൽ നിന്ന്, മണ്ണിന്റെ സത്തയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചു. അവിടെ മീനില്ല, അപ്പിയില്ല, ആരുമില്ല. പടച്ചോൻ നേരിട്ടാണ് സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമേ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതില് അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന ആദമിൽ നിന്ന് പിന്നീട് മക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മക്കൾ ഉണ്ടാകുന്നത് ബീജത്തിലൂടെയാണ്. അത് ആണും പെണ്ണും കൂടി സകലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടി ജീവിച്ചു കൊണ്ടിട്ടാകുന്നു ആ കാര്യങ്ങൾ നടക്കുന്നത്. എന്നിട്ട് ഓരോ കുഞ്ഞും ജനിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് പറഞ്ഞത്. ബീജമായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് അതിന്റെ ആ ഗർഭപാത്രത്തിലുള്ള അതിന്റെ വളർച്ചയാണ് അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ പറയേണ്ടത്. ബീജമാകുന്നു, പിന്നെ അത് പിണ്ടമാകുന്നു, പിന്നെ അത് മാംസകഷ്ണമാകുന്നു, പിന്നെ ആ മാംസത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, പിന്നെ എല്ലുകൾ വരുന്നു, എല്ലുകളെ പൊതിഞ്ഞുകൊണ്ട് മാംസം വരുന്നു. ഈ ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തില് ആർക്കെങ്കിലും അതിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്ക് അതിന് വല്ല പങ്കുണ്ടോ? മാതാപിതാക്കൾക്കുണ്ടോ? മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എല്ലാ മാതാപിതാക്കളുടെയും മക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള സങ്കല്പം ഒന്നെന്നേക്കും നല്ല കുട്ടി നല്ല രൂപത്തിലൂടെ ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ അവരുദ്ദേശിച്ച രൂപത്തിലൂടെയാണോ കുഞ്ഞ് വരുന്നത്? അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു കളറ്, വലിപ്പം, ചെറുപ്പം, എല്ലാം പടച്ചോൻ നിശ്ചയിക്കുന്ന രൂപത്തിലൂടെയാണ് അതിന്റെ രൂപങ്ങൾ ഇതൊക്കെ വരുന്നത്. വേറൊരാൾക്കും അതിൽ ഇടപെടാൻ കഴിയുന്നില്ല. അപ്പൊ പടിപടി ഈ ഘട്ടങ്ങളിലൊക്കെ അതിനെ സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാകുന്നു? സൃഷ്ടാക്കളിൽ ഉത്തമനായിരിക്കുന്ന റബ്ബ് അനുഗ്രഹപൂർണനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് എന്നാണ് ഓരോ വസ്തുവിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയിട്ട് എന്നിട്ട് അതിനെ ഇതിന് മാർഗദർശനം ചെയ്തിരിക്കുന്നവനാകുന്നു റബ്ബ്. ആ മാർഗദർശന റബ്ബ് എന്നുള്ള പദത്തിന്റെ ഒരു വ്യാഖ്യാന രൂപത്തിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലൂടെ ആ ഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ മാത്രം ശ്രദ്ധയിലും അള്ളാഹുവിന്റെ മാത്രം പരിപാലനത്തിലുമാണ് നമ്മൾ വരുന്നത്. പിന്നെ അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. നിങ്ങൾ അള്ളാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭൂമിയെ അവൻ ഖറാർ ഒരു താവളമാക്കി മാറ്റി, സ്ഥിരവാസത്തിനുള്ള അല്ലെങ്കിൽ ശരിക്ക് താമസിക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റി. വസ്സമാഅ ബിനാ, ആകാശത്തെ ഒരു എടുപ്പാക്കിയിട്ട് ഒരു മേൽക്കൂരയാക്കിയിട്ട് അവന് വെച്ചിരിക്കുന്നു. വസവ്വറക്കും, നിങ്ങൾക്ക് അവൻ രൂപം നൽകി. ഫഅഹ്സന സുവറക്കും, നിങ്ങളെ രൂപത്തിന് ഏറ്റവും മുന്തിയ രൂപമാണ് അവൻ നൽകിയത്. ഫഅഹ്സന സുവറക്കും വറസഖക്കും മിനത് ത്വയ്യിബ, വിശിഷ്ടമായ വിഭവങ്ങൾ നൽകി നിങ്ങൾക്ക് ആഹാരമായിട്ട് നൽകി. ദാലികുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളെ പോറ്റുന്നവൻ. ദാലികുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബ് എത്ര അനുഗ്രഹപൂർണനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരും. ഇതൊന്നും നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ പെട്ടെന്ന് വരൂല. നമ്മളൊക്കെ നമ്മുടെ കഴിവുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത് എന്നുള്ള ഒരു ധാരണയാണ്. ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ട് നമുക്ക് തരുന്ന കാര്യങ്ങളാകുന്നു. അപ്പോ നിങ്ങൾ നമുക്ക് ഭൂമി വസിക്കാൻ പറ്റുന്ന രൂപ, ചാടാൻ ഓടാൻ കളിക്കാൻ ഒക്കെ പറ്റുന്ന രൂപത്തിലൂടെ ഖറാറാക്കിയിട്ട് ഒരു താവളമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തന്നു.
ആകാശ ലോകത്തു നിന്ന് ഒരുപാട് സാധനങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും ഭൂമിയിലേക്ക് പതിക്കാതെ അതിന് പ്രത്യേകമായ സംവിധാനത്തിലുള്ള ആകാശത്തെ ഒരു മേലാപ്പാക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രൂപത്തിലൂടെ തടുത്തുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ അങ്ങനെ പൊതിഞ്ഞ് നിർത്തി. ഈ ഒരു കെട്ടിടം പോലെ അങ്ങനെ അതിന്റെ ഉള്ളിൽ കെട്ടിടത്തിന്റെ പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ പോവാന്നുള്ളതല്ലാതെ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആക്രമിക്കാൻ പറ്റില്ല. ആ രൂപത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. ഈ സംവിധാനം കൊടുത്തവനാകുന്നു റബ്ബ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, ഭൂമിയെ നിങ്ങൾക്ക് സ്ഥിരവാസത്തിനുള്ള ഒരു താവളമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താവളമാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. വസ്സമാഅ ബിനാ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാത്ത്. ഏറ്റവും വിശിഷ്ടമായത് ഭക്ഷിക്കാൻ എന്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ മാർക്കറ്റ് കണ്ട് പോയി നോക്കി, നമ്മൾ ആരെയും ഉണ്ടാക്കിയതാ? മാർക്കറ്റ് കണ്ട് പോയി നോക്കിയിട്ട് കുന്നുകൂടി വെച്ചിരിക്കുന്ന ഈ പലഹാരങ്ങള് അല്ലെങ്കിൽ പിന്നെ പച്ചക്കറികളെ അല്ലെങ്കിൽ നമ്മളെ ഫ്രൂട്ട്സുകള് ഒക്കെ എടുത്തു നോക്കി എന്തൊരു രസകരമായ രൂപത്തിലൂടെയാണ് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ആരേതുണ്ടാക്കിയത്? നമ്മളുണ്ടാക്കിയതാ? എല്ലാം നമുക്ക് വെള്ളം കൊടുക്കാനും ചെടി നടാനും അതേ പ്രകാരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനേ കഴിയുള്ളൂ. അതിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ആ വിഭവങ്ങൾ ഉണ്ടാക്കിയ റബ്ബിനെ സംബന്ധിച്ചിടത്തോളാണ് പറയേണ്ടത്. അതുണ്ടാക്കി തന്നവനാകുന്നു. ഓരോ സീസണിലെ പറ്റിയ രൂപത്തിലൂടെയുള്ള പിന്നെ ഫലവർഗ്ഗങ്ങൾ ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയുന്ന കാര്യങ്ങളാകുന്നു. ഏറ്റവും വിശിഷ്ടമായത് പിന്നെ അഴുക്കാക്കുന്നൊക്കെ നമ്മളാ. അതിന് നമ്മൾ മായം ചേർത്തിട്ട് മറ്റും ഒക്കെ പഠിത്തം തരുമ്പോൾ അത് വളരെ വിശിഷ്ടമായ രൂപത്തിലുള്ള വസ്തുക്കളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു തരുന്നവരാണ് തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ റബ്ബ് എത്ര അനുഗ്രഹപൂർണനാകുന്നു. തബാറക്കല്ലാഹ് ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സൂചിപ്പിക്കും. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന നമുക്കൊക്കെ അറിയുന്ന ഒരൊറ്റ ആയത്ത് കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി നമ്മളൊക്കെ അറിയുന്ന ആയത്താണ്. നമ്മളെപ്പോഴും ഓതിക്കൊണ്ടിരിക്കുക. നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ പതിവായിട്ട് പല ആളുകളും അത് ദിക്റായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ജീവത്തായിട്ടുള്ളവൻ, അല്ലെങ്കിൽ ഒറിജിനൽ യഥാർത്ഥ ജീവൻ ഉള്ളവൻ അവനാകുന്നു, അല്ലെങ്കിൽ എന്തെന്നും ജീവിച്ചിരിക്കുന്നവൻ അവനാകുന്നു. അൽ ഖയ്യൂം, അവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാകുന്നു. ലാ യുതഖുദുഹു സിന, അവന് മയക്കം പറ്റൂല. വലാ നൗമുൻ, ഉറക്കം പിടിപെടൂല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശ ഭൂമികളിലുള്ളതൊക്കെ അവന്റേതാകുന്നു. ലഹു മാ ഫിസ് സമാവാതി വൽ അർള് മൻ ദല്ലദി യസ്ഫഉ, അവന്റെ അടുക്കൽ ഒരു ശുപാർശക്ക് ആർക്ക് അവകാശമാണ്? മൻ, ആരുണ്ട്? ഇവൻ ആരാണ്? അല്ലദീ യസ്ഫഉ, അവന്റെ അടുക്കൽ ശുപാർശക്ക് പോകാൻ പറ്റുന്ന ആളാരാ? ഇല്ലാ ബിഇദ്നി, അവന്റെ പെർമിഷൻ ഇല്ലാതെ, അവന്റെ അനുവാദം ഇല്ലാതെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പിന്നെ ശുപാർശക്ക് വേണ്ടിയിട്ടുള്ള അവകാശമുള്ളവനാകുന്നു. യഅലമു, ആ അല്ലാഹ് അറിയും, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിമ്പിലുള്ളതും കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഒക്കെ അറിയുന്നവനാകുന്നു. അവന്റെ അറിവിൽ നിന്ന് ഒരു തരിമ്പും മറ്റുള്ളവർക്ക് അറിയുകയില്ല. അവൻ ഉദ്ദേശിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളല്ലാതെ. ആകാശഭൂമികളുടെ വിശാലത കൊണ്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസിയെ, ഈ സിംഹാസനം, ഈ പ്രപഞ്ചത്തെ ആകാശഭൂമികളെ നിയന്ത്രിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അല്ലാഹുവിന് ഒരു പ്രയാസം തന്നെ ഉള്ള കാര്യമല്ല. അവൻ വഹുവൽ അലിയ്യുൽ അലീം, അവൻ ഉന്നതനും അലീമും മഹാനുമാകുന്നു. ഇങ്ങനെ നിരന്തരമായി പരിശുദ്ധ ഖുർആനിലെ ഏത് ഭാഗങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും ആയത്തുകളുടെ ഒരു ആയത്തിന്റെ അവസാനത്തിലോ തുടക്കത്തിലോ അല്ലെങ്കിൽ ആയത്ത് മുഴുവനായിട്ടോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങളാകുന്നു. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. അപ്പൊ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാകുന്നു. അള്ളാഹു ആരാകുന്നു, അള്ളാഹുവിനെ ഏതൊക്കെ രൂപത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം, അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. അതില് നമുക്ക് പൊതുവെ നമ്മളടക്കം മുസ്ലിങ്ങളുടെ കയ്യിലാണ് ഈ വേദഗ്രന്ഥം ഉള്ളത്. ആ വേദഗ്രന്ഥം കയ്യിലുള്ള മുസ്ലിങ്ങളടക്കം അള്ളാഹിനെ വേണ്ടതുപോലെ മനസ്സിലാക്കേണ്ട
പ്രകാരത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാകുന്നു ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ബഖറയിൽ ഞാൻ ആദ്യം ഓതി കൽപ്പിച്ചിരിക്കുന്ന ആയത്ത് കൂടി സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ ശേഷം നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്നാമത്തെ സൂറത്ത് ഞാൻ പറഞ്ഞു, സൂറത്തു മുസാഫിന്റെ ഘടന അനുസരിച്ചുകൊണ്ട് ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ബഖറയിൽ ഇങ്ങനെ വിശദീകരിച്ചു പോവുകയാണ്. എന്താണ് പറയുന്നത്? ആദ്യം തന്നെ സത്യവിശ്വാസികള് ഈമാനുള്ള കാര്യങ്ങള്, അതേപ്രകാരം കാഫിര്യങ്ങള്, ഈ രണ്ടിന്റെ ഇടയിൽ മുനാഫിഖീങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഖുർആന്റെ ഫസ്റ്റിലെ ആഹ്വാനം വരുന്നത്, ഒന്നാമത്തെ സംബോധന വരുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, ആരാധിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒന്നാമത്തെ കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഫാത്തിഹ സൂറത്തിന് കഴിഞ്ഞ് സൂറത്തുൽ ബഖറയിൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിന് ഒന്നാമത്തെ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്ന വാക്ക് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, ആരാണ് റബ്ബ്? നിങ്ങളെ സൃഷ്ടിച്ചവൻ, യഥാർത്ഥ പറഞ്ഞിരിക്കുന്ന റബ്ബിനെ, വല്ലദീന മിൻ ഖബീക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ, ലഅല്ലക്കും തത്തഖൂൻ, അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സൂക്ഷ്മത വരിക. ആ പടച്ചവനെ മാത്രം ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കുന്നവൻ. എന്നിട്ട് പറയാണ് അല്ലദീ ജഅലലകുമുൽ അർള ഫിറാശ, ഭൂമി നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നു, എല്ലാം പോച്ച് കിടക്കാൻ പറ്റുന്ന ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. വസ്സമാഅ ബിനാ, ആകാശത്തെ ഒരു എടുപ്പാക്കി തന്നിരിക്കുന്നു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളം ഇങ്ങോട്ട് ഇറക്കി. നമ്മൾ കുറച്ച് പ്രയാസത്തിൽ ഇന്നലെ രാത്രി ഒന്നിട്ട് പെയ്തു. എന്തൊരു സുഖം, എന്തൊരു ഒരു രസകരമായിട്ടുള്ള ഒരു അവസ്ഥ. വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറ, എന്നിട്ട് ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഫലവർഗ്ഗങ്ങളും ഉണ്ടാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആഹാരത്തിനായിട്ട്. അറിഞ്ഞുകൊണ്ട് പഠിച്ചവന് പങ്കാളികൾ ഉണ്ടാക്കരുത്. അല്ലാഹുവിന് സമന്മാരുണ്ടാക്കരുത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ അല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. എന്നിട്ട് പിന്നെ ഈ അല്ലാഹുവിലേക്ക് നിങ്ങൾ പങ്കാളികളെ സ്വീകരിക്കുന്നത് തെറ്റാകുന്നു എന്നാണ് ഒന്നാമത്തെ അല്ലാഹുവിന്റെ ഈ പരിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യ സമൂഹത്തോട് ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആഹ്വാനം. അപ്പൊ എന്തൊക്കെ ചെയ്തു തന്നിരിക്കുന്നു? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നതിന് പുറമെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആവശ്യം, നമുക്ക് ഇവിടെ ഇങ്ങനെ ഓടാനും കളിക്കാനും ചാടാനും കിടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിലൂടെ ഭൂമിയെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. അത് കുറച്ച് ശാസ്ത്രീയമൊക്കെ ആയിട്ടുള്ള ആളുകൾ അതിനെ വിശദീകരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൂമിയല്ലാത്ത മറ്റൊരു ഗ്രഹങ്ങളിൽ, ഏതൊരു ഗ്രഹത്തിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാനോ ഒന്ന് പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ എന്താ ഈ ഫിറാഷാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഒരു ആ ശാസ്ത്രമൊക്കെ പഠിച്ചിരിക്കുന്ന ആളുകളോട് അതിനെ പറ്റിയിട്ട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ വ്യക്തമാകാൻ സാധിക്കും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഭൂമിയെ അതേപ്രകാരം തന്നെ ആകാശത്തെ ബിനാ ആക്കി ഒരുപാട് ഉപരിലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന രശ്മികളായിട്ടും അല്ലാത്തതായിട്ടും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് പോയി അവിടെ തട്ടി അങ്ങനെ തടുത്തു നിർത്തുന്ന ഒരു പാളിയായിട്ട് ഒരു ഘടകമായിട്ട് ഈ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇതൊന്നും നമ്മൾ അറിയണില്ല. നമ്മളിങ്ങനെ അതിന്റെ സുഖത്തിൽ നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്ന ആ മഹാനായിരിക്കുന്ന ആ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് എന്നാണ് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചില ഒരു വചനാണ്. മുഹമ്മദ് നബി അവരോട് ചോദിക്കും,
മംബിയദിഹി മലക്കൂത്ത് കുല്ലി ശൈഇൻ. എല്ലാ വസ്തുവിന്റെയും മലക്കൂത്ത് ആരുടെ കയ്യിലാ? ഉടമസ്ഥാവകാശം, രാജാധികാരം ആരുടെ കയ്യിലാകുന്നു? കുല്ലശൈഇൻ വഹുവ യുജീറു, അവൻ എല്ലാവർക്കും സംരക്ഷണം നൽകുന്നു. വലാ യുജാറു അലൈഹി, അവനെതിരിൽ ഒരാൾക്കും സംരക്ഷണം നൽകപ്പെടുകയില്ല. കിട്ടൂല. പടച്ചോൻ സംരക്ഷണം കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഒരാൾക്ക് എന്നാ ഞാൻ വാങ്ങി കൊടുക്കുന്നു പറയാനുള്ള ഒരാളുമില്ല. അങ്ങനത്തെ ഒരു സംരക്ഷണം ഇല്ല. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെവൻ ആരാകുന്നു? അവനാണ് അല്ലാഹു. ഇൻ കുൻതും തഅലമൂൻ, അറിയുന്നവരാണെങ്കിൽ അങ്ങനത്തെ അല്ലാഹ് അല്ലാതെ വേറെ ഒന്നും പറഞ്ഞേരും. അല്ലെങ്കിൽ അള്ളാണ് സമ്മതിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖുൽ, നബി ചോദിക്കണം, മംബിയദിഹി, ആരുടെ കയ്യിലാണ് മലക്കൂത്ത് കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും മലക്കൂത്ത്, രാജാധികാരം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം. അവൻ എല്ലാത്തിനും സംരക്ഷണം നൽകുന്നു. വലാ യുജാറു അലൈഹി, അവനെതിരിൽ വേറൊരാൾക്ക് സംരക്ഷണം നൽകപ്പെടുകയില്ല. അങ്ങനത്തെ ആരാണുള്ളത്? നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതാണ് അല്ലാഹു. എല്ലാവർക്കും സംരക്ഷണം നൽകുന്നു. അല്ല എന്ന് പറഞ്ഞാണ് താങ്ങി നിർത്തുന്നത്, അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കുന്നത് അല്ലാഹു ആകുന്നു. ഒരു കാലിൽ നിന്നിട്ടാണ് ഈ ഭൂമിയിൽ, ഒറ്റ കാലിൽ നിന്ന് കൊണ്ടിട്ടാണ് മനുഷ്യൻ പറഞ്ഞത് പടച്ചോനില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വിപ്ലവ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് വിപ്ലവം എന്നാണ് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു ധാരണ. ഏതായിരുന്നാലും ആ ഒറ്റക്കാലിൽ നിൽക്കുന്ന മനുഷ്യനും സംരക്ഷണം നൽകുന്നത്, താങ്ങി നിർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ പ്രപഞ്ചത്തിന് അവന്റെ ശരീരത്തിലെ ഘടനയിലും എല്ലാത്തിലും ആയിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ അല്ലാഹുവിനെ അംഗീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തൊക്കെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്കുള്ള. ഏത് അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹം പഠിച്ചോലെടുക്കുന്നുള്ള അല്ലാഹ് പറയണ്ടേ. നിങ്ങളിൽ ഒരനുഗ്രഹവും ഇല്ല അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതായിട്ടല്ലാതെ. എല്ലാം ഏതൊരു അനുഗ്രഹങ്ങളെ കയ്യിലുണ്ടോ അത് അള്ളാഹുവിന്റെ അടുക്കൽ. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുകയാണ്, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തോന്നൂല. എന്നാൽ നിങ്ങൾ ഈ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഹോസ്പിറ്റലുകളിലൂടെ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കേണ്ടി, ഒന്ന് പള്ളിയിൽ പോയിട്ട് ഒന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കരയുന്ന എത്ര ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു തുള്ളി വെള്ളം ഇറങ്ങാതെ നിൽക്കുന്ന ആളുകളെ എത്ര നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെയാണ് അള്ളാഹു നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏതൊരു അനുഗ്രഹം ഉണ്ടോ അത് പടച്ചവന്റെ അടുക്കൽ നിന്നുള്ളതാകുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. ആ അനുഗ്രഹം ചെയ്തു തന്നിരിക്കുന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആകുന്നു പറഞ്ഞത് മിനാമത്തിൽ ചുമ്മാ ഇതാ മസക്കുമുറു. ഇനി അങ്ങനെ അനുഗ്രഹം ഇങ്ങനെ അനുഗ്രഹിച്ച് അതിന്റെ അടിയിൽ കൂടെ നിങ്ങൾക്ക് ഒരു ഉപദ്രവം വല്ല ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുകയാണെങ്കിലോ പിന്നെ അപ്പോഴും നിങ്ങൾ മുറവിളി കൂട്ടിക്കൊണ്ടിട്ട് പിന്നെ അപേക്ഷിക്കുന്നത് പടച്ചവനോട് തന്നെയാണ്. ഈ പടച്ചോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെയ്യില്ല, അപ്പോഴും കരഞ്ഞോട് ചെല്ലുന്ന ആരൊക്കെ തന്നെയാണ് പടച്ചോനെ മാറ്റി തന്നെ നാട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഏതൊരു അനുഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല നബി ചോദിക്കണം. നബി പറയുക, അള്ളാഹിന് പുറമെ ഞാൻ രക്ഷാധികാരിയെ സ്വീകരിക്കുകയോ? ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് ഉപമയില്ലാതെ മാതൃകയില്ലാത്ത സൃഷ്ടിച്ച് ഉണ്ടാക്കിയവരാകുന്നു അവൻ. അവൻ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നു. അവനെ തീറ്റിപ്പോട്ടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും തീറ്റ തരുന്നവനാകുന്നു പഠിച്ചാൽ. അവനെ തീറ്റപ്പെട്ടത് ഞാൻ കൽപ്പിക്കപ്പെട്ടു. മുഹമ്മദ് നബിയെ പറയാ, ഇന്നി ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അന്നകൂന അവ്വല മൻ അസ്ലമ, ഈ റബ്ബിനെ ഒന്നാമതായിട്ട് വഴങ്ങാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വഴങ്ങിയിരിക്കുന്നു. പ്രവാചകൻ അവ്വലു മൻ അസ്ലം, ആദ്യത്തെ മുസ്ലിം ഞാനാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നു. ഞാൻ ഈ പറയുന്നത് വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കുന്ന, നിരന്തരമായിട്ട് പറഞ്ഞു തരുന്ന ഒരുപാട് ആയത്തുകൾ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നില്ല. നിരന്തരമായിട്ട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ.
ഏതൊരു സൂറത്ത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളാണ്. അത് നമ്മൾ സാധാരണ പറയുന്ന ഗുണവിശേഷങ്ങൾ ഖാദിറാണ്, അലീമാണ്, പിന്നെ കാഴ്ചയുള്ളവർ ഒക്കെ ഉണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഓരോന്നെടുത്ത് നിങ്ങൾ പരിശോധിച്ച് ഒക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാകുന്നു. ആ അള്ളാഹുവിനെ മക്കത്തെ പിന്നെ ഇതേ പ്രകാരത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുമ്പോ അപ്പോ വധുക്കളായ ആൾക്കാരുണ്ടല്ലോ, അവര് വരുന്നിട്ട് നബിനോട് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയേണ്ട അള്ളാഹിനെ പറ്റിയിട്ട്, ഈ അള്ളാഹ് നമ്മളെ അടുത്താണോ ദൂരത്താണോ? സാധാരണ നാടന്മാരായിട്ടുള്ള വധുക്കളാണ് വന്നിട്ട് നബിനോട് ചോദിക്കുന്നത്, ദേഷ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇതായിട്ടൊന്നും അല്ല ചോദിക്കണ്ടേ. അള്ളാഹ് റസൂലെ, അള്ളാഹ് നമ്മളെ അടുത്താണ് ദൂരാണെങ്കിൽ നമുക്ക് വർക്കനെ വിളിക്കേണ്ടി വരും, നാദാന്നാണ് വർക്കനെ വിളിക്കേണ്ടി വരും. അടുത്താണെങ്കിൽ വലിയ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ സംഭാഷണം നടത്തിയാൽ പോരെ. ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ എന്റെ അടിമ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ നബി എന്ന് മറുപടി പറയട്ടെ, ഞാൻ അവരുടെ ഖരീബിലാകുന്നു, നിലകൊള്ളുന്നത് എന്നാകുന്നു. പ്രാർത്ഥിക്കുന്നവൻ, എന്നോട് വിളിക്കുന്നവൻ, എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും. എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ഞാൻ കേൾക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. എവിടെ പറഞ്ഞത്? ഈ ഇപ്പോഴത്തെ പശ്ചാത്തലമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആയത്താണ്. ആയത്ത് നമ്മുടെ പിന്നെ റമളാനിന്റെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്ന കൂട്ടത്തില് ഈ ആയത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോമ്പിന്റെ കാര്യങ്ങളെയാണ് പറയേണ്ടത്. അതിന്റെ അടിയിലാണ് ഇത് കൊണ്ടേ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഏറ്റവും എന്താ അതിന്റെ അർത്ഥം? അത് പണ്ഡിതന്മാര് ഈ നോമ്പിന് പ്രാർത്ഥനകൾക്കും അതേ പ്രകാരത്തിലുള്ള കാര്യങ്ങൾക്കും വളരെ അധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അതിന്റെ അടിയിൽ കൂടെ ഒരു സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ അള്ളാഹു എവിടെ എന്നുള്ള ചോദ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ അവന്റെ അടുത്തുണ്ട്, ഞാൻ അവന്റെ അടുത്തുണ്ട്. വിളിച്ചു കൂവൊന്നും വേണ്ട. ചില സഹാബികള് ദിക്റുകളും ഇതുപോലൊക്കെ ഒരു കുന്നിങ്ങനെ കയറുന്ന സന്ദർഭത്തിലും ഇറങ്ങുന്ന സന്ദർഭത്തിലും അവർ ഉച്ചത്തില് അള്ളാഹുവിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടും ഇതാക്കിക്കൊണ്ട് ഇരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ ശരീരത്തിൽ ഒതുക്കി, നിങ്ങളെ ശരീരം കേൾക്കണം ഉച്ചത്തിൽ മതിയായിട്ട് അപ്പുറത്ത് നിങ്ങളൊരു പൊട്ടനല്ല വിളിക്കേണ്ടത്, എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം അറിയുന്ന ഒച്ചത്തിന് അത് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് എവിടെയാണ്? ഖരീബിലാണ്. ഈ പറഞ്ഞു തന്നിരിക്കുന്ന ഗുണവിശേഷണങ്ങളൊക്കെ ഉള്ള നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന റബ്ബ് നമ്മളിൽ നിന്ന് വളരെ ദൂരത്ത് നമുക്ക് സമീപിക്കാൻ പറ്റാത്ത ഒന്ന് അല്ല, നമ്മുടെ അടുത്ത്, ഈ അടുത്ത്, ഏറ്റവും അടുത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നമ്മളാണ് പഠിച്ചത്, മനുഷ്യനെ നമ്മളാണ് പഠിച്ചത്. നമുക്കറിയാം അവന്റെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്താന്നുള്ളത് നമുക്കറിയാത്ത. നമ്മുടെ അവന്റെ ജീവനാടിയേക്കാൾ അവനോട് സമീപത്താണ് നമ്മൾ നിലനിൽക്കുന്നത്, നിലകൊള്ളുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഖാഫിലെ 16 ഞാനത് അങ്ങനെ നീട്ടിപ്പരത്തി പറയേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ നമ്മളെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്ന റബ്ബ്, ആ റബ്ബിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു പ്രയാസവന് ഏറ്റവും അടുത്താണ്. അവനോട് വിളിച്ച് അവനെ സമീപിക്കുന്നതിന് ഒരു ഇടയാളന്മാരുടെയും ആവശ്യമില്ലാതെ നേർക്കുനേരാണ് പറയാൻ പറ്റണത്. നമുക്ക് തോന്നാണല്ലോ, ആ മന്ത്രിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ മറ്റേ ആള് വേണം, മറ്റേ ആളെ പിടിക്കണം, മറ്റേ ആളെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കാണ്. ഈ അള്ളാഹ് നമ്മൾ ഈ ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്ന റബ്ബിന് നമ്മൾ എവിടെ ആയിട്ടുണ്ടെങ്കിലും ഭൂമിന്റെ ഇരുട്ടാണെങ്കിലും പഠിച്ചവനെ ഇടങ്ങാറായിക്കണം കേട്ടോ എന്നാണ് പറഞ്ഞാൽ കേൾക്കുന്നവരാണ് റബ്ബ്. അള്ളാഹുവിന് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഒന്ന്, വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടു. ഇപ്പൊ നമ്മൾ നോമ്പിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ കൂട്ടത്തില് പഠിച്ചവൻ പറഞ്ഞത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ നോമ്പെടുക്കാൻ പറഞ്ഞു നമ്മളെ വീട്ടിൽ ചെയ്തിട്ടല്ലോ. നിങ്ങള് ഒന്ന് തുറന്നു നോക്കേണ്ടി ഫ്രിഡ്ജില് അവിടെ നമ്മളെ ഭാര്യമാർ കൊണ്ടുപോയി അടുക്കി ഇങ്ങനെ ഇതാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരാഴ്ചകളൊക്കെ അവിടെ ഉണ്ടാവും.
ഒരാഴ്ചക്കുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. യാതൊരു ഒരു കുറവുണ്ടാവില്ല. നമുക്ക് എടുത്തു തരാൻ നമ്മുടെ ഭാര്യമാരോട് പറഞ്ഞിട്ട് അവർ എടുത്തു തരും. ഇനി ഭാര്യമാരില്ലാത്ത ഒരു എടുത്തു തരാം, ചിലതൊക്കെ പഠിച്ചാൽ പഠിച്ചിട്ട് എടുത്തു തരില്ല എന്ന് വിചാരിച്ചാൽ ഒരു ഇല്ലാത്ത നേരം നോക്കിയിട്ട് നമുക്ക് അവിടെ കടന്നിട്ട് തിന്നാം. ഇങ്ങനെയൊക്കെ സൗകര്യമുള്ള നമ്മൾ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വിട്ടുന്നത് എന്താ? റബ്ബിന് വേണ്ടിയിട്ടാണ്. റബ്ബ് അത് പറഞ്ഞിപ്പം ഈ പകല് ഉള്ള സമയമുണ്ടല്ലോ, അത് സൂര്യാസ്തമയം വരെ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ അള്ളാഹുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ നിലനിൽപ്പില് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ റബ്ബ് എവിടെയാണ്? റബ്ബ് നമ്മളോട് ഏറ്റവും സമീപത്താണുള്ളത്, ദൂരെയല്ല. അവന്റെ അടിയിലേക്ക് അവനെ സമീപിക്കുന്നതിന് അടിയാളന്മാർ ആവശ്യമില്ല, നേർക്കുനേരെ നമുക്ക് കടന്നു ചെല്ലാം. അവര് നമ്മൾ യാതൊരു മുക്കാലും കൊടുക്കേണ്ട ആവശ്യമില്ല. മുഹമ്മദ് നബിയെ നിങ്ങളെ കുടുംബത്തോട് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കണം. അതിന് ക്ഷമിച്ചുകൊണ്ട് അതിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കണം നിസ്കാരത്തിന്. നമ്മള് നിങ്ങളോട് ആഹാരം ചോദിക്കണില്ല. പക്ഷം പറയാണ് നമ്മൾ നിങ്ങൾക്ക് റിസ്ക് തരൂ. നമുക്ക് നിങ്ങൾ ഒരാളും റിസ്ക് തരേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ ഇതാക്കേണ്ടത് അല്ല, നിങ്ങളുടെ ഹൈറിന് വേണ്ടിയിട്ടാകുന്നു നിങ്ങൾ നമസ്കരിക്കണം എന്ന്. അതിന് ക്ഷമിച്ച് അത് പ്രയാസങ്ങൾ സഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലൂടെ എന്തായിരിക്കണം? ക്ഷമയോട് തഖ്വയുള്ളവർക്കാണ് അനന്തരം കിട്ടുക. തഖ്വ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ ഇനി നോക്കി ഞാൻ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മുടെ ഒരവസ്ഥ ഇങ്ങനെ അടുത്തുള്ള, നമ്മുടെ ഏറ്റവും അടുത്തുള്ള അള്ളാഹുവിനെ പറയാൻ നമുക്ക് എന്താ പ്രയാസം? പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു 99 നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഹദീസ് കേൾക്കുക, ഇന്ന ലില്ലാഹി 99 ഇസ്മ, അല്ലാഹുക്ക് 99 പേരുണ്ട്. മിഅത്തൻ, അതായത് ഒന്നുകൂടി പറയാണ്, മിഅത്തൻ ഇല്ലാ വാഹിദ, ഒന്ന് കുറഞ്ഞ 100, 99 പേരുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അത് നല്ലോണം കൃത്യമായിട്ട് കണിശമായിട്ട് അതിന്റെ കാര്യങ്ങൾ അതിങ്ങനെ നാവിൽ ഉരുവിട്ടിട്ട് ആ പേരിങ്ങനെ പറഞ്ഞില്ല. ആ വിശേഷണങ്ങൾ ഓരോന്നും ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ദഖലൽ ജന്ന, ഓ സ്വർഗ്ഗത്ത് കടക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. അസ്മാഉൽ ഹുസ്ന, നല്ല പേരുകളൊക്കെ പഠിച്ചവൻ പിന്നെ നിങ്ങൾ അത് ആ പേരുകൾ കൊണ്ടാകുന്നു. നിങ്ങൾ ഏത് പേര് കൊണ്ട് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനുള്ളതാകുന്നു ആ പേരുകൾ എന്ന്. അള്ളാഹുവിന്റെ പേരുകൾ 99 നാമങ്ങൾ ഹദീസുകളിലും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും അടുത്തുള്ള അള്ളാഹുവാണ്. ആ അള്ളാഹിനെ വിളിക്കാൻ നമ്മുടെ നാട്ടിലെ നാവും തുമ്പൊക്കെ ഒന്ന് നോക്കി ഒരു വിഷമം വരുന്ന നേരത്തെ ഈ 99 പേര് വിട്ടിട്ട് ബദ്രീങ്ങൾ എന്ന് പറഞ്ഞത് ഈ 99 പേരിൽപ്പെട്ട ഒരാളാണ്. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ബദ്രീങ്ങൾ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമാണെന്നുള്ളത്? എന്തേ അള്ളാന്റെ നാമം പറയാൻ മനുഷ്യന്മാർക്ക്? ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്ന, ഈ രൂപത്തിലൂടെ ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്ന, 99 നാമങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന, അതേ പ്രകാരത്തിലുള്ള അവന്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഈ പടപ്പുകളുടെ നാവിൽ നിന്ന് എന്തുകൊണ്ട് ആ 99 നാമം വിട്ടിട്ട് മറ്റൊരു നാമത്തിലേക്ക് കടക്കാനുണ്ടാ കാരണം? അത് മനസ്സിലാക്കേണ്ട പ്രശ്നങ്ങളല്ലേ. നമ്മൾ ഇടങ്ങാറാവില്ലേ നാളെ പരലോകത്ത് വരുമ്പോൾ? നമ്മൾ ഏതെങ്കിലും രൂപത്തിലൂടെ പറഞ്ഞു അള്ളാഹ് ചോദിക്കുന്ന ഈ ചോദ്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഇനി എനിക്ക് 99 നാമങ്ങൾ ഉണ്ടായിട്ട് ആ നാമം ഒന്നും പോരാന്നുള്ള പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോയത് വിളിക്കുന്നത് മുഴുവനും പടച്ചവനല്ല, പടപ്പുകളെയാണ്. നിങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ ഒരു മതസ്ഥരെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. ആ ക്രിസ്ത്യാനികളിൽ അധിക ആളുകളും യേശു എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്.
യേശു 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 പഠിച്ചവനല്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ മറിയമിനെയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മറിയം പഠിച്ചവനല്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ലോകത്ത് ഈ രൂപത്തിലൂടെ എല്ലാ വിഭാഗങ്ങളിലും അങ്ങനത്തെ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും അതൊക്കെ മനസ്സിലാക്കി അത് തെറ്റാകുന്നത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളുടെ കൂട്ടത്തിലും വന്നുകൊണ്ടിരിക്കുന്ന ഭവിഷ്യത്തുകൾ എന്ന് ആലോചിച്ച് നോക്കുക. ഈ രൂപത്തിലൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്ന റബ്ബ്, ആ റബ്ബിന്റെ ഗുണവിശേഷണങ്ങളായിരിക്കണം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. റഹ്മാന്, റഹീം, ഖാദിർ, ഒരുപാട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളിലൂടെ ആയിരിക്കണം അള്ളാഹുവിനെ സമർപ്പിക്കേണ്ടത്, നമ്മൾ വിളിക്കേണ്ടത്. അതല്ലാത്തൊരു പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് സമമാവുകയില്ല. അതിന് ശിർക്ക്പരമായിരിക്കുന്ന വശങ്ങളാണ് അതിൽ പെടുക എന്നുള്ളത് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാകുന്നു. മറ്റൊരു ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹു നമ്മൾ ഭയങ്കര പണ്ട് മുതൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ കേട്ട്, അള്ളാഹു അങ്ങേയറ്റം കോപിഷ്ഠനാണ്, ശിക്ഷിക്കുന്നവരാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഒരു ഹദീസ് ഒരു എളുപ്പത്തിൽ സൂചിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, ജഅലല്ലാഹു റഹ്മ മിഅത ജുസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തെ 100 ഭാഗമാക്കി മാറ്റി. എന്നിട്ട് 99 പടച്ചോന്റെ അടുക്കൽ അവിടെ പിടിച്ചു വെച്ചു, പടച്ചോന്റെ അടുക്കൽ അവിടെ വെച്ചു. അതിൽ ഒരു ജുസ് ഭൂമിക്ക് ഇറക്കി, ഒരു ജുസ് ആ ഒറ്റ ജുസിൽ നിന്ന് ഒരു ചെറിയ തരിപ്പ് ഇങ്ങനെ കിട്ടിയിട്ടാണ് നമ്മള് പരസ്പരം സ്നേഹിക്കുന്നത്, നമ്മൾ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നത്, നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത്, കുട്ടികളെ സ്നേഹിക്കുന്നത്, പരസ്പരം സ്നേഹിക്കുന്നത്. ഇതൊക്കെ ആ ഭൂമിക്ക് ഇറക്കിയ ഒരു അംശം അള്ളാന്റെ 100 റഹ്മത്തിൽ നിന്ന് ഒരു ഭാഗം 1% കിട്ടി ഇറക്കിയിട്ട് ആ 1%ത്തിന്റെ തരിഞ്ചാണ് നമ്മൾ പരസ്പരം ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. പടപ്പുകൾ മുഴുവൻ പരസ്പരമുള്ള കൃപ കാണിക്കുന്നത്, അന്യോന്യമുള്ള കാരുണ്യം ചെയ്യുന്നതൊക്കെ ഈ ഒരു അംശത്തിൽ നിന്നാകുന്നു. ഒരു മൃഗം കാലുയർത്തുകയാണ്, അതിന്റെ കുളമ്പുകളെ തന്നെ അതിന്റെ കുട്ടിയിട്ട് വരുമ്പോ കാലിങ്ങനെ പൊന്തിച്ചു കൊടുക്കുന്നത്, ഖസിയത്താൻ തുസീബ, കുട്ടിക്ക് ഈ കുളമ്പ് തട്ടുമോ എന്ന് പേടിച്ചിട്ട് ഒരു മൃഗം അതിന്റെ കാൽ ഉയർത്തുന്നത് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്ന ഒരംശത്തിൽ നിന്ന് ഒരു തരിമ്പ് കിട്ടിയതിന്റെ ആ കാരുണ്യത്തിന്റെ ഫലമായിട്ട് കിട്ടിയതാകുന്നു. ബാക്കിയുള്ള മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു അവശേഷിപ്പിച്ച 99 റഹ്മത്ത് അവിടെ വെച്ചിരിക്കുകയാകുന്നു. ഖിയാമത്ത് നാളില് അത് അവന്റെ അടിമകൾക്ക് അവൻ ആ കൃപ കാണിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു സന്ദർഭം കിട്ടുമ്പോഴൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാകുന്നു. അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഒരു ജയില് ഇങ്ങനെ ഒരു ബന്ധനസ്ഥലം പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ബേജാറായിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിന്റെ അടിയില് അതിന് കുട്ടീനെ കിട്ടിയ പഠനം മാർത്തോട് ചേച്ചിട്ട് ബലിയൂട്ടുകയാണ്. നബി ഈ സന്ദർഭം നബി കണ്ടിട്ട് സഹാബികളോട് ചോദിക്കാണ്, ആ അമ്മ കുട്ടീനെ നരകത്തിൽ കൊണ്ടുപോകും. ആ ഉമ്മ ആ കുട്ടി അങ്ങനെ വലിച്ചു കൂട്ടിയിരിക്കുന്ന ഇതുവരെ ഇങ്ങനെ കുട്ടീനെ അന്വേഷിച്ച് നടക്കുന്നതിന്റെ അടിയിലാണ് ഈ കുട്ടീനെ കിട്ടേണ്ടത്. കിട്ടിയിട്ട് കുട്ടിയെ പാടന്നെ അതിനെ മുലയൂട്ടുകയാണ്. ആ മുലയൂട്ടുമ്പോഴാണ് ആ രംഗം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കാണിച്ചു കൊടുത്തിട്ട്, ഈ ഉമ്മ കുട്ടീനെ നരകത്തിൽ കൊണ്ടുവന്നു ഇല്ല റസൂലുള്ളാഹി എന്നാ പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്ക് ആ കുട്ടിയോടുള്ള കൃപയേക്കാൾ നിങ്ങളോട് കാരുണ്യവാനാകുന്നു റഹ്മാൻ റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും പഠിച്ചോണ്ടെടുത്ത് കണ്ട് എത്താനായിട്ടില്ല എന്നുള്ള ഒരു ധാരണ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളതാണ്, നമ്മളെ പഠിച്ചുണ്ടാക്കിയിരിക്കുന്ന റബ്ബാണ്. നമ്മുടെ മനസ്സറിയുവസ്വീസു, നമ്മുടെ മനസ്സിന്റെ മന്ത്രം അറിയുന്നവരാണ് നമ്മുടെ റബ്ബ്.
നമ്മൾ എന്ത് എത്ര നമ്മുടെ മനസ്സിന്റെ മന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ മനസ്സിൽ മന്ത്രിക്കുക? അതിന്റെ ഭാഷന്റെ പ്രശ്നം ഉണ്ടല്ലോ. ഭാഷന്റെ പ്രശ്നം നമ്മൾ പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരാളെ കിട്ടണം. എന്നിട്ട് അറബിയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അയാൾക്ക് എപ്പോഴാ ശ്വാസം പോകുന്ന അവിടെ വെച്ചിട്ട് ആമ്യം പറയണം. ഇങ്ങനെയൊക്കെയുള്ള എന്താ അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കില്ലെന്നുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ പറയണ്ട, മനസ്സെന്താ മന്ത്രിക്കുന്നതെന്ന് നമുക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സിന്റെ മന്ത്രത്തില് ആ മന്ത്രത്തിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ മനസ്സിന്റെ ഭാഷ കൊണ്ട് പടച്ചവനോട് പറയണം. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ലോകത്ത് 1000 മനുഷ്യന്മാരുണ്ടെങ്കിൽ 1000 മനുഷ്യന്മാർക്കും 1000 പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യനും പ്രശ്നത്തിൽ ഒഴിവല്ല. മനുഷ്യനാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ കിട്ടണം. ആ കിട്ടേണ്ടത് എവിടുന്നാണ്? നമ്മളെ പോറ്റി വളർത്തിയിരിക്കുന്ന ഈ റബ്ബിൽ നിന്നാണ്. ആ റബ്ബിനോട് നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ ഭാഷ എങ്ങനെ ഇപ്പൊ പഠിച്ചവനോട് പറയാം? എല്ലാ ഭാഷയും അറിയുന്നവരുണ്ട്, അല്ലെങ്കിൽ പഠിച്ചവനാണ് അറിയണം. അതുകൊണ്ടാണ് പഠിച്ചവനാണ്ട് എല്ലാ ഭാഷയും എല്ലാ പഠിപ്പുകളുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുന്നവനാകുന്നു റബ്ബ്. ആ റബ്ബിലേക്ക് നമ്മൾ കൈ ഉയർത്തണം. എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാകുന്നു. അടുത്തത് ആ റബ്ബ് ദയാലുവാണ്, കൃപയുള്ളവനാണ്. അവന്റെ കൃപയിൽ നിന്നാണ് നമ്മൾ പരസ്പരം അവന്റെ കൃപന്റെ ഒരു അംശത്തിൽ നിന്ന് ഭൂമിക്ക് ഇറക്കിയിരിക്കുന്ന ഒരൊറ്റ അംശമേ ഇറക്കിയിട്ടുള്ളൂ, ഒരു ശതമാനം. ആ ഒരു ശതമാനത്തിൽ നിന്നാണ് ലോകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയാം. നമ്മുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായിട്ട് എടുത്തുകൊണ്ടിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുകയാണ്, നമ്മൾ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തിക്കുന്നതൊക്കെ ഈ രൂപത്തിലൂടെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ വിവിധ ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ മനുഷ്യനെങ്ങനെ അല്ലാഹു വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നു. എല്ലിനെ മാംസമാക്കി പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ പഠിച്ചോൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചു കാലം ഇവിടെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മരിപ്പിക്കും, നിങ്ങൾ മരിച്ചു പോകും. പിന്നെ മരിച്ചതിന് ശേഷം തീരില്ല, യൗമൽ ഖിയാമത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതും ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ഒരു പിന്നെ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നതിന് ശേഷം എന്താ പറയേണ്ടത്? ഇതൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളാകും. നമ്മള് പിന്നെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമ്മളിങ്ങനെ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ഇനി ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മളെ പഠിച്ചോപ്പെടുത്ത് തിരിച്ചു വിളിക്കും. അപ്പൊ നമ്മൾ മയ്യിത്ത് എന്നാണ് നമ്മൾ പറയാം. നമ്മൾ മരിക്കും. മരിച്ചതിന് ശേഷം നമ്മളെ കുടുംബങ്ങളും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആക്കിയിട്ട് നമ്മുടെ കബറിൽ അടക്കും, നമ്മൾ സംസ്കരിക്കും. കഴിഞ്ഞോ? അല്ല. പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതും കൂടി നമ്മൾ മനസ്സിലാക്കില്ല. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും ആ ജീവിതത്തില് നമുക്ക് രക്ഷ കിട്ടാൻ ആവശ്യമായിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിലും ആയിരിക്കണം നമ്മൾ മുഴുകേണ്ടത്. അത് ഈ റബ്ബിനെ പേടിച്ചുകൊണ്ട് റബ്ബിന്റെ പിന്നെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടിട്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ ആദ്യത്തെ അതിന്റെ അവസാനത്തെ ഞാൻ സൂചിപ്പിച്ചു തന്നു. റബ്ബ് എന്നുള്ള ആ പദമാണ് കാര്യമായിട്ട് റബ്ബുൽ ആലമീൻ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ആ റബ്ബ് നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ഓരോ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന സംരക്ഷണം നൽകിയിട്ട് നമ്മളെങ്ങനെ പടിപടിയായിട്ട് വളർത്തി ആ റബ്ബിലേക്ക് നമുക്ക് സമീപിക്കാം. ഒരു ആളുടെയും ആവശ്യമില്ല. നേർക്ക് നേരെ പഠിച്ചവരോട് നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ നേർക്ക് നേരെ അല്ലാഹുവിനോട് പറയാം. ഒരാളെയും അതിന് ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ഭാഷന്റെ പ്രശ്നമല്ല. നമ്മുടെ ഭാഷയിൽ നമ്മുടെ റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാം. അത് നമ്മൾ ഏത് നിമിഷവും നമുക്ക് പറയാം. പ്രത്യേകിച്ച് ആരുമില്ലാത്ത നേരത്തെ രാത്രികളിലൊക്കെ ചില സന്ദർഭങ്ങൾ
തിരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടായിരിക്കണം. റബ്ബ് അങ്ങേയറ്റം കൃപാലുവാണ്, ദയയുള്ളവനാണ്, റഹ്മാനാണ്, കാരുണ്യവാനാണ്. ഒരിക്കലും ആ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമുക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഫറിന്റെ ഭാഗമാകുന്നു എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. മക്കളോട് പറയാണ്, നിങ്ങൾ പോയി നോക്കി നിങ്ങൾ നിരാശപ്പെടല്ലേ. ഒരു ആദ്യത്തെ കുട്ടി പോയി, യൂസുഫ് പോയി, പിന്നെ ബിന്യാമീനും കിട്ടണില്ല, പിന്നെ മൂത്തവനാണ് ചെയ്യലോ അവനും ഇങ്ങോട്ട് വരുന്നില്ല, എല്ലാരും കൂടി ഇങ്ങനെ പോകും. നിങ്ങൾ ഇനിയും പോയി നോക്കി അവര് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പോയി നോക്കി എന്ന് പറഞ്ഞിട്ട് മറ്റു മക്കളെ വീണ്ടും പറഞ്ഞയക്കുകയാണ്. അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്, നിരാശ സംഭവിക്കരുത്. ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിരീങ്ങളായ ആൾക്കാർ മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുകയുള്ളൂ. അപ്പോ അത്രയും കാരുണ്യവാനായ റബ്ബിനെ സമീപിക്കേണ്ട, റബ്ബിനോട് നമുക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ നോമ്പ് പടച്ചോൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നമ്മൾ നോമ്പെടുത്തിരിക്കുന്നു. നമ്മുടെ ദാനധർമ്മങ്ങളിൽ ശ്രദ്ധ വെക്കുന്നു, നമ്മൾ ഖുർആൻ ഓതുന്നതിനോട് കൂടുതൽ ശ്രദ്ധ വെക്കുന്നു, അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയാക്കി തന്നിട്ട് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ നമ്മൾ പല സന്ദർഭങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് നമ്മൾക്ക് സ്കലിതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നോമ്പിന് നമ്മൾ വളരെ കുറവാണ്. വേണ്ടാത്ത വർത്തമാനത്തിന് നമ്മൾ പോണില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് പടച്ചോൻ കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ സന്ദർഭങ്ങളിൽ കാരുണ്യവാനായ റബ്ബിന്റെ കാരുണ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.